തമിഴ് എനിക്ക് ജീവനാണ് സാർ. ഞാൻ 20 വർഷം മദ്രാസിൽ ജീവിതമായിരുന്നല്ലോ. മെറിന ബീച്ചിൽ പാട്ടുപാടി ഞാൻ കവിസപ്ലയമായിരുന്നു. കലാഭവൻ മണിച്ചേട്ടൻ ഇന്ന് മരിച്ചു. അദ്ദേഹം വരെ മെറിന ബീച്ചിൽ ഫ്രണ്ട്സോട് വരുമ്പോൾ എൻ്റെ കൂടെ ബ്രൂ കോഫി വാങ്ങിച്ച് കുടിക്കുമായിരുന്നു. മദ്രാസിൽ വെച്ച് ദാസേട്ടൻ്റെ ഒരു പരിപാടിയിൽ പോയി പാടിയിരുന്നു. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ അതിഗൂഢമെന്നൂടെ ആരാമത്തിൽ. 10,000 പരം പാട്ടിന് മേളിൽ എനിക്ക് ഇപ്പോൾ കാണാതെ, അതിൽ കൂടുതൽ അറിയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ 2,000 പാട്ടുകൾ കൂടുതൽ പാടാൻ അറിയാം. ഫസ്റ്റ് എൻ്റെ അളിയനെ കാപ്പി കച്ചവടമായിരുന്നു, ഓഫീസിലേക്ക് സപ്ലൈ ആയിരുന്നു. അതേ ഓഫീസിൽ തന്നെ ഞാൻ പിന്നെ കമ്പ്യൂട്ടർ സെക്ഷനിൽ കമ്പ്യൂട്ടർ ഡെലിവറിയായി. അതേ കമ്പനിയിൽ തന്നെ മാനേജർ പദവിയിൽ വരെ ഞാൻ ജോലി ഒരു മനുഷ്യനെ അറിയാമോ. അതുകൊണ്ട് ദാറ്റ് ഈസ് മൈ ഫേറ്റ് സാർ. വിധിയുടെ നില എന്നെ നിലയിലാക്കി. എന്ത് ചെയ്യാൻ പറ്റും? പാട്ടെൻ്റെ ജീവിതമാണ് സാർ. ഈറമാന റോജാവേ എന്നെ പാത്തു മൂടാതെ, ഈറമാന റോജാവേ എന്നെ പാത്തു മൂടാതെ, കണ്ണിൽ എന്ന ശോകം പോതും ഏങ്കാതെ എന്നൻപേ ഏങ്കാതെ. എനിക്ക് ഓർമ്മ വെച്ച ആളോടൊരു ആഗ്രഹമുണ്ട് സാർ. എനിക്ക് ഈ മരിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു സിനിമയിൽ ആരോടെങ്കിലും വഴി ചോദിക്കുന്ന ഒരൊറ്റ സീനുകളൊന്നും അഭിനയിക്കണമെന്നൊരു വലിയ ആഗ്രഹമുണ്ട്. നമസ്കാരം. വളരെയേറെ കഴിവുകളുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു കൂലിപ്പണിക്കാരൻ്റെ കഥ പറയുകയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ കഴിവുകളെന്നുള്ളത് നമുക്കൊന്ന് നേരിട്ട് കാണാം. ആളിവിടെ നിന്ന് ജോലി ചെയ്യുന്നുണ്ട്. മേശിരിയുടെ കയ്യാളായിട്ട് സഹായിയായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. നമസ്കാരം. നമസ്കാരം സാർ. നിങ്ങൾ ജോലിയുടെ തിരക്കായതുകൊണ്ടാണ് ബുദ്ധിമുട്ടിക്കാൻ ജോലി തീരുന്നവരെ നമ്മൾ കാത്തിരുന്നത്. ഓക്കെ ഓക്കെ. അമ്പിളിയണ്ണനെ എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളാണ്. അമ്പിളിയണ്ണൻ നമ്മുടെ വീട്ടിലൊക്കെ സഹായിയായിട്ടും ജോലിക്കൊക്കെ വരുന്ന ആളാണ്. പക്ഷേ അതിലുപരിയായിട്ട് അമ്പിളിയണ്ണൻ ഭയങ്കര കഴിവുള്ളൊരു മനുഷ്യനാണ്. നന്നായിട്ട് പാടും, നന്നായിട്ട് കഥകൾ പറയും, അഭിനയിക്കും. ഇതൊക്കെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ജോലി തിരക്കിനിടയിലും കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ ഇതെല്ലാം ഒളിച്ചു വെച്ചിട്ട് രഹസ്യമായി കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യനാണ്. ഇനി അത് കൂടുതൽ നാളങ്ങനെ ഒളിച്ചു വെക്കണ്ടെന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. അമ്പിളിയണ്ണൻ ഒരുപാട് ആഗ്രഹമുള്ളൊരു മനുഷ്യനാണ്. അമ്പിളിയണ്ണൻ്റെ ശരിക്കും പേരെന്താ? അജിത് കുമാർ. അജിത് കുമാർ. എവിടെയാണ് ശരിക്കും നാട്? സ്വന്തം സ്ഥലം തേവലക്കര. ഞാനിപ്പോൾ താമസിക്കുന്നത് ഭരണിക്കാവിൽ വാടക വീട്ടിലാണ്. ഭാര്യയും എൻ്റെ 3 മക്കളുമുണ്ട്. അങ്ങനെ പോകുന്നു. അമ്പിളിയണ്ണനെ നന്നായിട്ട് പാടുന്ന ആളാണ്, അതും തമിഴ് പാട്ടുകൾ. ഒരു പാട്ടൊന്ന് പാടിത്തരും ആദ്യം, ഈ പ്രേക്ഷകരൊന്ന് അറിയട്ടെ ഇത് ആരാ പുലി എന്നുള്ളത്. തമിഴ് എനിക്ക് ജീവനാണ് സാർ. ഞാൻ 20 വർഷം മദ്രാസിൽ ജീവിതമായിരുന്നല്ലോ. എൻ്റെ 2 പെങ്ങന്മാരെ കല്യാണം സമയം അത് മദ്രാസിലെ ജോലിയും, എൻ്റെ അളിയനും മദ്രാസിലായിരുന്നു ജോലി. അങ്ങനെ ചെന്ന് എനിക്ക് തമിഴ് കേട്ടു. തമിഴ് വളരെ ഇഷ്ടമാണ്. വിശേഷം എനിക്ക് തമിഴ് പാട്ട് തമിഴ് സംസാരിക്കും, തമിഴ് വായിക്കാനറിയാം. എനിക്ക് ആദ്യം ഫസ്റ്റ് എൻ്റെ അളിയനെ കാപ്പി കച്ചവടമായിരുന്നു, ഓഫീസിലേക്ക് സപ്ലൈ ആയിരുന്നു. അതേ ഓഫീസിൽ തന്നെ ഞാൻ പിന്നെ കമ്പ്യൂട്ടർ സെക്ഷനിൽ കമ്പ്യൂട്ടർ ഡെലിവറിയായി. അതേ കമ്പനിയിൽ തന്നെ മാനേജർ പദവിയിൽ വരെ ഞാൻ ജോലി ഒരു മനുഷ്യനെ അറിയാമോ. മെഗാ ട്രെൻഡ്സ് ഫ്രീഡം കമ്പ്യൂട്ടർ ലിമിറ്റഡ് എന്ന് പറയും. ചെന്നൈയിലായിരുന്നു. എന്തോ എല്ലാവരും അന്ന് അജിത് മാനേജറെ കാട്ടിൽ പവർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജോലി ചെയ്ത ആളാണ് ഇപ്പോൾ ഇവിടെ കൂലിപ്പണി ചെയ്യുന്നത്. ദാറ്റ് ഈസ് മൈ ഫേറ്റ് സാർ. വിധിയുടെ നില എന്നെ നിലയിലാക്കി. എന്ത് ചെയ്യാൻ പറ്റും? ഓവർ വണ്ണമായിരുന്നു. ഇപ്പോഴൊക്കെ ഇച്ചിരി വണ്ണം കുറഞ്ഞെല്ലാവരും പറയണു. പക്ഷേ ഓവർ വണ്ണമായിരുന്നു. ഈ ജോലിക്ക് ഇറങ്ങി വണ്ണമൊക്കെ ഒന്ന് കുറച്ചു. പിന്നെ ഇത് അയ്യോ, അതൊക്കെ ഞാൻ കാപ്പി കച്ചവടം മെറിന ബീച്ചിൽ ചെയ്യുന്ന സമയത്ത് ഇൻസൈഡ് ചെയ്ത് ഭാര്യയുടെ ചെരുപ്പ് പോയിട്ടായിട്ടാണ് വായിച്ചത്. അതൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു അന്ന്. മെറിന ബീച്ചിൽ പാട്ടുപാടി ഞാൻ കവിസപ്ലയമായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മ. വൈകുന്നേരം സമയത്ത് ഞാൻ കാപ്പി കൊണ്ടുപോകുമ്പോൾ ഒരു മാലയിളവെയിൽ നേരം അഴകാന ഇളയുതിർക്കാലം சற்று தொலைவிலே அவள் முகம் பார்த்தேன் அங்கே தொலைந்தவன் நானே சற்று தொலைவிலே அவள் മുഖം பார்த்தேன் അങ്കേ തൊലൈന്തവൻ നാനേ. ഇങ്ങനെ പാട്ട് പാടി 1 ലിറ്റർ പാലിൽ 10 ലിറ്റർ വെള്ളം, ബ്രൂ കോഫി, നെസ് കോഫി എന്ന് പറഞ്ഞ് ഞാൻ കാപ്പിയൊക്കെ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇല്ല സാർ, ഇത് സൈക്കിളിൻ്റെ ബാക്കിൽ സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ തെർമോപ്ലാസ്ക് വെച്ചിട്ട് സ്പെഷ്യൽ കോഫിയാണ്, ബ്രൂ കോഫി. അന്ന് എൻ്റെ കോഫിക്ക് 5 രൂപയാണ്. നിറയെ സിനി ഫീൽഡിലുള്ള ആൾക്കാരുടെ ഫാദേഴ്സും അവരും എല്ലാവരും, കലാഭവൻ മണിച്ചേട്ടൻ ഇന്ന് മരിച്ചു. അദ്ദേഹം വരെ മെറിന ബീച്ചിൽ ഫ്രണ്ട്സോട് വരുമ്പോൾ എൻ്റെ കൂടെ ബ്രൂ കോഫി വാങ്ങിച്ച് കുടിക്കുമായിരുന്നു. അന്ന് ഞാനിങ്ങനെ മെറിന ബീച്ചിൽ പാട്ടുള്ള അവർക്ക് പറയും, എടാ അജിത്തേ, இந்த மெட்ராஸில் ஒரு மியூசிக் டைரக்டர் காலில் போய் விடுறா, உனக்கு எங்கேயும் ஒரு நல்ல ഭാവി കാത്തിട്ട് ഇരിക്കുന്നത്. നമുക്ക് എங்கே സാർ നല്ല ഭാവി, ഇത്തനെ വർഷം വയസ്സ് ഇപ്പോൾ 52 ആവാൻ പോകുന്നു, 51 കഴിഞ്ഞു, ഇനി എന്തോ എനിക്കല്ല. പക്ഷേ എനിക്ക് പാട്ടെൻ്റെ ജീവിതമാണ് സാർ. ഞാനൊരിക്കലും ഒരു പാട്ട് മെറിന ബീച്ചിലിരുന്ന് പാടിയപ്പോൾ ഒരു പെരിയവർ, വാ അജിത് എவ்வளோ பிரமாதா பாடுறே,
അതായത് ദാസേട്ടൻ്റെ ഒരു പഴയ പാട്ടാണ്. ഈറമാന റോജാവേ എന്നെ പാത്തു മൂടാതെ, ഈറമാന റോജാവേ എന്നെ പാത്തു മൂടാതെ, കണ്ണിൽ എന്നെ ശോകം പോതും ഏങ്കാതെ എൻ അൻപേ ഏങ്കാതെ. ഈറമാന റോജാവേ എന്നെ പാത്തു മൂടാതെ, കണ്ണിൽ എന്നെ ശോകം പോതും ഏങ്കാതെ എൻ അൻപേ ഏങ്കാതെ. ഇത് അന്നമാരില്ല ഒരു പാട്ട് വരുമോ? മനസ്സിലായി ഇത് ആള് ചെറിയ ആളല്ല, പുലിയാണെന്ന്. പിന്നെ ഒരുപാട് ഐറ്റങ്ങൾ വരാനുണ്ട്. പിന്നെ മലയാള പാട്ട് സിനിമയിൽ പാട്ട് മാത്രമല്ല, സത്യൻ മാഷിൻ്റെ ഒരു ആരാധകനാണ്. തീർച്ചയായിട്ടും സാർ, സത്യൻ മാഷ് എൻ്റെ ജീവനാണ്. എനിക്ക് അദ്ദേഹത്തെ ഒരു കാലത്തും ആ നടനെ മരിക്കാൻ പറ്റില്ല. അതായത് മലയാള കഥാസാഹിത്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കിടയറ്റ കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ ഒരേ ഒരു നടൻ സത്യൻ മാഷേ ഉള്ളൂ. അതായത് തകഴിയുടെ പളനിയെ ചെമ്മീൻ മാത്രമല്ല സത്യൻ അനശ്വരനാക്കിയത്. അനുഭവങ്ങൾ പാടിയ ചില ചെല്ലപ്പനെ നമുക്ക് നോക്കാൻ കഴിയുമോ? അയ്യനയത്തിൻ്റെ സുധി വാഴ്വ്യമായും, മലയാറ്റൂരിൻ്റെ പ്രൊഫസർ സേനി യക്ഷി, തോപ്പിൽ പാസിലെ ഡോക്ടർ തോമസ് അരശയ്യ, രാജൻ മൃണയപുത്രൻ, പാറപ്പുറത്തിൻ്റെ കേണൽ കരിനിഴൽ, മുട്ടത്തുവർക്കിയുടെ തോമ കരകാണക്കടൽ. പക്ഷേ വർണ്ണ വിപ്ലവത്തിൻ്റെതായ കാലഘട്ടത്തിൽ സത്യൻ്റെ ചിത്രങ്ങൾ നൽകുന്ന പൂർണ്ണത മറ്റൊരു ചിത്രങ്ങൾ നൽകാനാവുന്നില്ല സാർ. സാറേ, കടൽപ്പാലത്തിലെ അച്ഛനും മകനായിട്ടുള്ള ഡബിൾ ഉള്ളുന്ന അഭിനയം എത്ര നാച്ചുറലാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ അഭിനയങ്ങളും, അതായത് വാഴ്വ്യമയത്തിലെ സുധി, അതായത് വാഴ്വ്യമായി തകഴി, പിന്നെ അതിലെ ഒരു പാട്ട് എനിക്കിപ്പോഴും ജയചന്ദ്രന് അതിൽ സത്യൻ മാസ്റ്റർ ആ ഒരു വോയിസ് കൂടെ വരുന്നുണ്ട്. സീതാദേവി സ്വയംവരം ചെയ്തൊരു ത്രേതായുഗത്തിലെ ശ്രീരാമൻ കാൽവിരൽ കൊണ്ടൊന്നു തൊട്ടപ്പോൾ പണ്ട് കാട്ടിലെ കല്ലൊരു മോഹിനിയായി. അതുകൊണ്ട് ഏതോ ശില്പി ഒരിക്കൽ നിർമ്മിച്ചൊരു ചേതോഹരാങ്കിതൻ രൂപം നിന്നകം കൊണ്ടപ്പോൾ ഉയരിട്ടു വന്ന് എന്നിലെ മോഹങ്ങൾ കതിരിട്ടു. ഈ പ്രതിമ നീയാണ്, ശില്പി ഞാൻ. നോക്കൂ, കല്ലിൽ കൊത്തിവെച്ച കവിതേ നിന്റെ കനകച്ചിലങ്ക കിലുങ്ങിയതെങ്ങനെ? കല്ലിൽ കൊത്തിവെച്ച കവിതേ നിന്റെ കനകച്ചിലങ്ക കിലുങ്ങിയതെങ്ങനെ? മാറിടം തുടിക്കും പ്രതിമേ നിന്റെ മേലാസകലം തളിരിട്ടതെങ്ങനെ? പൂമയണിഞ്ഞു വന്നൊരഴകേ എന്നെ പുളകങ്ങൾ കൊണ്ടു പുതപ്പിക്കുകയില്ലയോ? പൂമയണിഞ്ഞു വന്നൊരഴകേ എന്നെ പുളകങ്ങൾ കൊണ്ടു പുതപ്പിക്കുകയില്ലയോ? മന്മഥൻ വിടർത്തും മലരേ നിൻ്റെ മായാശകം എനിക്കുള്ളതല്ലയോ? ആ വഴിയമായം ഞാൻ എത്രയോ പാടൂ. ഓ എന്താ സാർ പാട്ട്, നമ്മളൊരു പാട്ട് പാടിക്കഴിഞ്ഞാൽ അതിൽ നമ്മളത് എഴുകി ചേരണം, അതിൽ ലയിക്കണം, അല്ലെങ്കിൽ പിന്നെ പാടി എന്താ പിന്നെ ഞാൻ ജോലി ചെയ്യുമ്പോൾ കട്ടയൊക്കെ തലയെ ചുമക്കുമ്പോൾ എനിക്ക് എപ്പോഴും എനിക്ക് വരുന്ന ഒരു പാട്ടാണ്. ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിതഭാരം വഴിയറിയാതെ മുടന്തി നടക്കും വിധിയുടെ ബലിമൃഗങ്ങൾ നമ്മൾ, വിധിയുടെ ബലിമൃഗങ്ങൾ. ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിതഭാരം. ചുമലിൽ എത്രത്തോളം ജീവിതഭാരമുണ്ട്? ഇപ്പോൾ ഇത്തിരി അധികം ഉണ്ട് സാർ ജീവിതഭാരം. ഒരുപാട് കഷ്ടപ്പാടിലാണ്, വിഷമത്തിലാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഭാര്യയുടെ അസുഖങ്ങൾ, മക്കളുടെ പ്രശ്നങ്ങൾ. ഇല്ല, എനിക്ക് ഇല്ല സാർ, ഇപ്പോൾ ഓണം തൊടിപ്പിച്ച് സാർ എൻ്റെ വൈഫിൻ്റെ അച്ഛൻ മരിച്ചു. അതൊരു തീരെ വേദനയായി, അപ്രതീക്ഷിതമുള്ള മരണമായിരുന്നു. ആ അച്ഛൻ സുഖമില്ലാതെ കിടക്കുമ്പോൾ തന്നെ അവൾക്ക് ഒരേ ഒരു അനിയതിയായിരുന്നു എൻ്റെ വൈഫിന്. അവരുടെ ഹസ്ബൻഡ് സൗദി അറേബ്യയിൽ അറ്റാക്കായിരുന്നു, അദ്ദേഹവും മരിച്ചു. 2 ആഴ്ചയ്ക്കുള്ളിൽ 2 മരണമായിരുന്നു. ഓണം അടുപ്പിച്ചതുകൊണ്ടൊരു 10-25 ദിവസത്തേക്കുള്ളിൽ പണിക്ക് പോകാനും പറ്റാത്ത അവസ്ഥയായി. പിന്നെ ആക്സിഡൻ്റ് ഒക്കെ പറ്റിയെന്ന്. ഇല്ല, അത് ഞാനായിരുന്നു സാർ. ഞാൻ സ്കൂട്ടറൊന്ന് വീണായിരുന്നു ഇടയ്ക്ക്, ഉറങ്ങിപ്പോയി, വണ്ടി ഇടിച്ചു, ഒരു മതിലിൽ പോയി ഇടിച്ചു. രാവും പകലും ഇല്ലാതെ ജോലിയാണ്, കുഞ്ഞുങ്ങളെ നോക്കാനും ഭാര്യയെ നോക്കാനും കടങ്ങൾ തീർക്കാനായിട്ട് രാവും പകലും ഇല്ലാതെ ഓടി ജോലി ചെയ്യുക.
അതിൻ്റെ ഇടയ്ക്ക് പോയി ഉറങ്ങി വെളുപ്പിനൊരു എടുത്ത് ജോലിക്ക് വിളിച്ച് 6 മണിക്ക് എഴുന്നിട്ട് പോയത് ഉറങ്ങിപ്പോയി. തിരുവനന്തപുരം ശാന്തിഗിരി പോത്തൻകോട്ടുനിന്ന് മാത്യു സാറിൻ്റെ വീടിനടുത്ത് പണി കഴിഞ്ഞ് വരുന്ന വഴിക്ക് പുള്ളിയുടെ പെങ്ങളുടെ വീട്ടിലോട്ട് രാവിലെ മണ്ണ് ലെവലുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ പോകുന്ന വഴിക്ക് തൈവള ജംഗ്ഷനിൽ വെച്ച് ഉറങ്ങിപ്പോയി, മതിലേ പിടിച്ചു. കണ്ണിൻ്റെ താഴെ കുറച്ച് ഭാഗം മുറിഞ്ഞു. സങ്കടമുണ്ട് കേട്ടോ. അത് ചിരിച്ചോണ്ടാണ്. പിന്നെ ഇതിലെല്ലാം നമുക്ക് ഈ സങ്കടത്തിൽ എനിക്ക് എൻ്റെ സംഗീതമാണ് സാർ വലുത്. അതായത് സംഗീതം, എൻ്റെ പാട്ടുകൾ ഞാൻ തന്നെ പാടും. എനിക്കൊരു ഇല്ല സാർ, ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല സാർ. എപ്പോഴും ആഗ്രഹം തോന്നിയിരുന്നു? ഇപ്പോഴതെനിക്ക് പശ്ചാത്താപമുണ്ട് സാർ സത്യം. എന്നാലും മദ്രാസിൽ വെച്ച് ദാസേട്ടൻ്റെ ഒരു പരിപാടിയിൽ പോയി പാടിയിരുന്നു. അപ്പം അന്ന് 2000 ആണ്ടിലാണത്. 25 വർഷത്തിന് മുമ്പ്. 2000 ആണ്ടിലാണ്. അന്ന് എൻ്റെ ഓഫീസിലെ ഫ്രണ്ട്സുകളെല്ലാം അവിടെ ചേർന്ന് ഞങ്ങളുടെ ഒരു കക്ഷി ഒരു പാട്ട് പാടുമെന്ന് പറഞ്ഞ് അന്ന് അവിടെ ആശാൻ മെമ്മോറിയൽ സ്കൂളിൽ വെച്ച്. അപ്പോൾ ഞാനൊരു പാട്ട് പാടി. അതായത് പഴയ പാട്ടായിരുന്നു. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ അതിഗൂഢമെന്നൂടെ ആരാമത്തിൽ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ അതിഗൂഢമെന്നൂടെ ആരാമത്തിൽ. സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ പുഷ്പത്തിൻ തൽപ്പമൊന്നു ഞാൻ വിരിക്കാം. ഈ പാട്ട് പുള്ളി കേട്ടിട്ട് എന്നോട് ചോദിച്ചു, സംഗീതം പഠിച്ചിട്ടുണ്ടോ, എവിടെയാണ് നാടെന്നൊക്കെ ചോദിച്ചാൽ പറ്റില്ല സാർ. അന്ന് എനിക്ക് സംഗീതം പുള്ളിക്കാരൻ്റെ വീട്ടിലും ഞാൻ പോയിട്ടുണ്ട്. കമ്പോർട്ട് ഡെലിവറി ചെയ്യുന്ന സമയത്ത് പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാനും അദ്ദേഹമുള്ളൊരു ഫോട്ടോ 2000 ആണ്ട് തിരുവോണ ദിവസം പേപ്പറിൽ വന്നിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ട് ഫ്രണ്ട് പേജിൽ. അതൊക്കെ ഞാനിപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് സാർ. വിധിയുടെ നില നമ്മളെ ഒന്ന് കൈപിടിച്ച് വരുന്നാലും ആരും തന്നെ ഇല്ലാതായിപ്പോയി. സാറിനറിയാമോ, ഒരു 10,000-2000 പരം പാട്ടിന് മേളിൽ എനിക്ക് ഇപ്പോൾ കാണാതെ, അതിൽ കൂടുതൽ അറിയാമായിരുന്നു. പക്ഷേ ഇപ്പം 2000 പാട്ടുകൾ കൂടുതൽ കാണാതെ പാടാൻ അറിയാം. പഴയ പാട്ടുകളാണ് കൂടുതൽ. 2000 ഒന്നും അല്ല. സാർ കാവിച്ച് ചോദിച്ചു, പാവിച്ച് ചോദിക്കൂ, താവിച്ച് ചോദിക്കൂ, അത് ആക്ച്വലി ഏത് വാരി വെച്ച് ചോദിച്ചാലും ഞാൻ പാടാനുള്ള സായോ. സംഗമം സംഗമം ത്രിവേണി സംഗമം ശൃംഗാരപദമാടും യാമം മദാലസയാമം. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ, കൺമണിയെ കണ്ടോ നീ, കവിളിണ തഴുകിയോ നീ. മംഗളം നേരുന്നു ഞാൻ മനസ്സിനി, മംഗളം നേരുന്നു ഞാൻ. അലിഞ്ഞു ചേർന്നതിന് ശേഷം എൻ ജീവനിൽ പിരിഞ്ഞു പോയി നീ, എങ്കിലും ഇന്നും മംഗളം നേരുന്നു ഞാൻ. അമ്പിളിയണ്ണൻ പണിയുടെ തിരക്കിലായിരുന്നു. പണി ചെയ്ത് തീരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തു. അതിനുശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത്. വീട്ടിൽ പോകാനുള്ള വെപ്രാളത്തിൽ നിൽക്കുകയാണ്. കാരണം ഈ ഇവിടുന്ന് പണി ചെയ്ത പൈസ മേടിച്ച് വീട്ടിലേക്ക് ഓടണം, എങ്കിലേ വീട്ടുകാര്യങ്ങൾ നടക്കുള്ളൂ. ആ ഒരു വിഷമം ഉള്ളിലുണ്ട്, അത് നമുക്കറിയാം. എങ്കിലും അമ്പിളിയണ്ണനെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണമെന്നൊരാഗ്രഹം തോന്നി. കാരണം ഇത്രയും കഴിവുള്ള ഒരു കലാകാരൻ, ഇത്രയും കഴിവെന്ന് പറഞ്ഞാൽ ശബ്ദം മാത്രമല്ല, ഭയങ്കര ആഗ്രഹം, സംഗീതത്തോടുള്ള ഇഷ്ടം. ദാസേട്ടൻ സ്പീഡിൽ പാടുന്നൊരു തമിഴ് പാട്ടുണ്ട് സാർ, എനിക്കത് ഓർമ്മ വരുന്നു. പാടിയോ? அண்ணன் என்ன தம்பி என்ன சொந்தம் என்ன பந்தம் என்ன சொல்லிடி எனக்கு பதிலை, நன்றி கொன்ற உள்ளங்களை கண்டு கண்டு வந்த பின்பு என்னடி எனக்கு வேலை, நம்பி நம்பி வெம்பி வெம்பி ஒன்றுமில்லை என்ற பின்பு உறவு கிடக்கும் போடி, இந்த உண்மையை கண்டவன் ஞானி, நம்பி நம்பி வெம்பி வெம்பி ஒன்றுமில்லை என்ற பின்பு உறவு கிடக்கும் போடி, இந்த உண்மையை கண்டவன் ஞானி, அண்ணன் என்ன தம்பி என்ன சொந்தம் என்ன ബന്ധം എന്നെ. യേശുദാസ് സാർ 70 വയസ്സും കൊണ്ടായപ്പോൾ ഒരു പാട്ട് പാടിയിരുന്നു. അത് എനിക്ക് വിജയകാന്തിന് പഠിത്തമാണ്. തന്തന തന്തന തൈ മാസം അത് തന്തത് ഒന്നത്താൻ, சந்தன சந்தன மல்லி வாசம் தேன் சிந்துது சிந்துது இப்பதான்,
என்னது என்னது இந்த நாணம் மெல்ல கொல்லுது கொல்லுது என்ன தா தொட்டது தொட்டது இப்போ போதும் அது மட்டது மட்டது இப்போ தா ஆத்தாடி ஆத்தாடி என் நெஞ்சில் காத்தாடி ஐயா உன் கண் போதும் என் கண்ணே கண்ணாடி தந்தது தந்தது தை மாசம் ഇത് തന്നത് തന്നത് ഇല്ലണ്ണാ ഇത് നിങ്ങളെ സർ KPSC നാടക ഗാനങ്ങളില്ലേ നിങ്ങളെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അയ്യോ എൻ്റെ ദൈവമേ KPSC അമ്പിളിയണ്ണൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു എന്നോട് പലപ്പോഴും ഒക്കെ കാണുമ്പോൾ പറയാറുണ്ട്. അമ്പിളിയണ്ണനെ എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളാണ്. അമ്പിളിയണ്ണൻ ജോലിക്കിടയിലൊക്കെ വെച്ച് കണ്ടുമുട്ടുമ്പോൾ അമ്പിളിയണ്ണൻ വലിയൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. സർ എനിക്ക് ഓർമ്മ വെച്ച ഒരു ആഗ്രഹമുണ്ട് സാർ. എനിക്ക് ഈ മരിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു സിനിമയിൽ ആരോടെങ്കിലും വഴി ചോദിക്കുന്ന ഒരൊറ്റ സീനുകളൊന്നും അഭിനയിക്കണമെന്നൊരു വലിയ ആഗ്രഹമുണ്ട്. അതെൻ്റെ അത് എത്ര വയസ്സായാലും മരിക്കുന്നതിന് മുമ്പ് അതെനിക്കൊരു ആഗ്രഹമായിരുന്നു. ഓക്കെ, ഈ ഒരു വീഡിയോ എന്തായാലും തീർച്ചയായിട്ടും സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ കാണും. അപ്പോൾ ഇത് കാണുന്ന പ്രൊഡക്ഷൻ കൺട്രോളർമാർ, അത് സീരിയലാകട്ടെ സിനിമയാവട്ടെ, ആഗ്രഹം പറഞ്ഞത് സ്ഥിതിക്ക് അത് നമുക്ക് നടത്തി കൊടുക്കണം. ഇത് കാണുന്ന ഡയറക്ടേഴ്സ്, എഴുത്തുകാർ, അമ്പിളിയണ്ണനെ പറ്റുന്ന ഒരു കഥാപാത്രം എഴുതി അമ്പിളിയണ്ണനെ ഒന്ന് സഹായിക്കണം. എന്തായാലും KPSCയിലെ ഒരു നാടകഗാനത്തിൻ്റെ ഒരു പേരുടെ ഞാൻ പഠിക്കാം. എന്തായാലും സാറ് വന്നതല്ലേ. ഓക്കെ. കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ളവുമായി കരിമൂകിൽ മാനത്തു വന്നു. കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ളവുമായി കരിമൂകിൽ മാനത്തു വന്നു. മിഴിനട്ടു നിന്നൊരു മാടത്തിൻ മാറിൽ അഴകുറ്റ സ്വപ്നങ്ങൾ പൂത്തു. മിഴിനട്ടു നിന്നൊരു മാടത്തിൻ മാറിൽ അഴകുറ്റ സ്വപ്നങ്ങൾ പൂത്തു. മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ. എത്ര മഴവില്ല് മാഞ്ഞു പോയാലും അമ്പിളിയണ്ണൻ്റെ, അജിത്തണ്ണൻ്റെ കഴിവ് മാഞ്ഞു പോവില്ല. ഈ കഴിവ് തിരിച്ചറിയുന്നവർ അമ്പിളിയണ്ണനെ നെഞ്ചോട് ചേർത്ത് വെക്കട്ടെ. ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. സത്യമാഷിൻ്റെ എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ടല്ലേ? സത്യമാഷ് ഒരു 200, അദ്ദേഹം 160-170 പടം അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏകദേശം ഒരു 100 സിനിമകളും കണ്ടിട്ടുണ്ട് സാർ അന്നത്തെ കാലം. 100 സിനിമയോളം. എന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞാലോട് TV കാണാൻ പോകുന്നത്. വീട്ടിലൊന്നും TV ഇല്ലല്ലോ. അടുത്ത വീട്ടിലെ സാറിൻ്റെ വീട്ടിൽ പോയിരുന്ന് TV ഒരു മൂല ഇരുന്ന് കാണും. അന്നല്ല എപ്പോഴും ഞാനൊരു പേപ്പറും പേന എൻ്റെ പോക്കറ്റിൽ കാണും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടാണെങ്കിൽ അപ്പോഴും എഴുതും, അപ്പോഴും എഴുതിയെടുക്കും. അങ്ങനെ പഴയ പാട്ടുകളുടെ ഒരു കലവറ തന്നെ എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഉണ്ട്. സത്യമാഷ പാട്ടുകൾ മിക്ക പാട്ടുകളും, അതായത് മൂലധനത്തിലെ ആ പാട്ടൊക്കെ ഞാൻ സ്കൂൾ തലത്തിലൊക്കെ പാടുമ്പോൾ ടീച്ചേഴ്സ് തന്നെ അതിശയപ്പെട്ടിട്ടുണ്ട്. ഓ അജിത് വളരെ നന്നായി പാടും. എന്തോരം പഠിച്ചു? ഞാൻ ഡിഗ്രി പാസ്സാണ് സാർ. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അളിയൻ മദ്രാസിലായിരുന്നു. അങ്ങനെ മദ്രാസ് പോയി ജീവിതം മൊത്തം മദ്രാസിൽ പോയി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് പേര് രജിസ്റ്റർ ചെയ്താൽ എൻ്റെ ജീവിതം അങ്ങനെ ഇതൊക്കെ ഓർത്ത് എനിക്കിപ്പോൾ തീരാവേദന വരുവാണ് സാർ സത്യം. ഞാൻ ട്യൂഷൻ പഠിപ്പിച്ച പിള്ളേരിന്ന് എഞ്ചിനീയറുണ്ട്, ഡോക്ടേഴ്സുണ്ട്. തേവലക്കര വീട്ടിൽ വെച്ച് 24 പിള്ളേർ എൻ്റെ വീട്ടിൽ ട്യൂഷൻ വരുമായിരുന്നു. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് വീട്ടിൽ ട്യൂഷൻ എടുക്കുമായിരുന്നു. 4, 5, 6, 7 ഒക്കെ ഉള്ള പിള്ളേരെ ട്യൂഷൻ എടുക്കുമായിരുന്നു. അതൊക്കെ ഒരു കാലം പറയാനില്ല. ഇത് കേട്ടിട്ട് ഒന്നും പറയാനില്ല. അമ്പിളിയണ്ണൻ ജോലിക്ക് വരുന്നു, ജോലിക്കാരനാണെന്നുള്ളതിന് ഒത്തിരി വിശേഷങ്ങൾ എന്തായാലും അമ്പിളിയണ്ണൻ പറഞ്ഞു. അമ്പിളിയണ്ണൻ എന്തായാലും ഒറ്റയ്ക്കാവില്ല, പ്രേക്ഷകരെ ഏറ്റെടുക്കട്ടെ. തീർച്ചയായിട്ടും ഏറ്റെടുക്കും. ഒരു തമിഴ്, നല്ല അടിപൊളി ഒരു തമിഴ് പാട്ട് പാടി തന്നെ. ഏതെങ്കിലും നല്ലൊരു തമിഴ് പാട്ട് പാടി തന്നെ. തമിഴ് പാട്ട്. ராஜராஜ சோழன் நான், என்னையாளும் காதல் தேசம் நீதான். ராஜராஜ சோழன் நான், என்னையாளும் காதல் தேசம் நீதான். பூவே காதல் தீவே மண் மீது சொர்க்கம் வந்து பெண்ணாகானதே. உல்லாச பூமி இங்கு உண்டானதே. ராஜராஜ சோழன் நான், என்னையாளும் காதல் தேசம் நீதான். பூவே காதல் தீவே என்னேதுபோல் என்னை சுற்றியே புதிதாக ஒளிவட்டம். கண்கள் மயங்கி கொஞ்சம் படுத்தா கனவில் ஒரு சத்தம். நேற்று பார்த்தேன் நிலா முகம் பூத்த போலே ஏதோ சுகம். ஹே தென்றல் பெண்ணே இது காதல் தானடி. உன் கண்களோடே இனி மோததானடி. என்னை எதுபோல் என்னை சுற்றியே புதிதாய் ஒளிவட்டம். കൺകൾ മയങ്ങി കൊഞ്ചം പടുത്ത കനവിൽ ഒരു സത്യം. എന്തായാലും ഒത്തിരി സന്തോഷം.
അജിത്തന്നെ പോലെ, ഞാൻ അമ്പിളിയണ്ണൻ എന്നാണ് വിളിക്കുന്നത്, അജിത്തന്നെ പോലെ ഒരാളെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. എന്തായാലും ഇത് വെറുതെ ആവില്ല. താങ്ക് യു സാർ, താങ്ക് യു. നല്ല വാക്കുകൾക്ക് നന്ദി. പിന്നെ എല്ലാം ദൈവഹിതമല്ലേ സാർ? ഓക്കെ, എല്ലാം അടിപൊളിയാവട്ടെ. താങ്ക് യു.